Hello dears, welcome back to Silent Learning. It's me Sri Bhama SB. മക്കളെ എല്ലാവരും എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണല്ലേ. ഈശ്വര പരീക്ഷയാവാനായി ഒന്നും പഠിച്ചില്ല, ഇവിടുന്ന് തുടങ്ങണം എന്ത് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉള്ള സമയമാണല്ലേ. അപ്പം നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ വളരെ 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 ലിമിറ്റഡ് ആണ്. നന്നായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് USS എന്ന് പറഞ്ഞ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റട്ടെ. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. മിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ എൻ്റെ മക്കളോട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുകൾ പഠിച്ചിട്ട് പോവുക. ബേസിക് സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, വേഗം മിസ്സിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. ഇത് നമ്മുടെ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. ഒരു സൂചകത്തെ സംബന്ധിച്ച പ്രസ്താവന തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. കളർലെസ് വെൻ ആഡഡ് വാട്ടർ, ജലത്തിൽ ചേർത്തപ്പോൾ നിറമില്ല. വിനാഗിരി ചേർത്തപ്പോൾ പിങ്ക് നിറമില്ല. നോ പിങ്ക് കളർ ഓഫ് ആഡഡ് വിനീഗർ. ആൻഡ് ചുണ്ണാമ്പിൽ ചേർത്തപ്പോൾ പിങ്ക് നിറമാണ്. ദി ഇൻഡിക്കേറ്റർ ഈസ് കളർലെസ് ആണ്. ഏതാണ് ഇൻഡിക്കേറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. മീത്താൽ ഓറഞ്ച് ആണോ, ഫീനോഫ്തലിൻ ആണോ, ലിറ്റ്മസ് ആണോ, പതിമുഖമാണോ എന്നാണ് ക്വസ്റ്റ്യൻ. കണ്ടോ, ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നത് കണ്ടോ. അപ്പം നിങ്ങളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പ്രതീക്ഷിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ മാത്രം എൻ്റെ മക്കളെ പ്രതീക്ഷിക്കരുത്. കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും വരും. അപ്പം അത് നോക്കിക്കണ്ട് ആൻസർ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, പക്ഷെ നമുക്ക് വായിക്കുമ്പോൾ ഒരുപാടുണ്ട് തോന്നുമെങ്കിൽ ഒന്നുമില്ല അതിനകത്ത്. ഒന്ന് നോക്കി എന്ത് വരും നമുക്ക്. ഇപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടും. നോക്ക, വിനാഗിരി ചേർത്തപ്പോൾ പിങ്ക് നിറയില്ല. പിങ്ക് എന്ന് പറയുമ്പോൾ തന്നെ പിങ്കി പോങ്കി പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരാളാണ് നമ്മുടെ ഫീനോഫ്തലിൻ ചേട്ടൻ അല്ലേ. ഫീനോഫ്തലിൻ ചേട്ടൻ ഓർമ്മയില്ലേ, നമ്മുടെ ആൽക്കലിയിൽ നല്ല പിങ്കി പോങ്കി കളറും ആസിഡിൽ ഒരു കളറും ഇല്ലാതെ ഒരു വികാരം ഇല്ലാതെ നിൽക്കുന്ന എന്നെ പോലെ നിൽക്കുന്ന ആളല്ലേ. അപ്പം ആസിഡിൽ പിങ്ക് നിറമില്ല എന്ന് പറഞ്ഞു. ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുമ്പോൾ ബേസാണ്, ആൽക്കലിയാണ് നമുക്കറിയാം. അതിൽ പിങ്ക് നിറം കാണിച്ചു എന്നുണ്ടെങ്കിൽ ഏതാണ് മക്കളി വരിക? ഇറ്റ് ഇസ് ഫീനോഫ്തലിൻ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൽ ആകെ കുറച്ച് പേരെ പഠിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാണ് പഠിച്ചത്? നമ്മുടെ ലിറ്റ്മസ് പേപ്പർ. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിൽ തന്നെ നമ്മുടെ ലിറ്റ്മസ് പേപ്പറാണ് നമ്മുടെ ഏത് നാച്ചുറൽ ഇൻഡിക്കേറ്ററിൽ മെയിനായിട്ട് നമ്മൾ പഠിച്ചത്. പിന്നെ ഉണ്ട് ടേമറിക് ഉണ്ട്, മഞ്ഞളുണ്ട്, ഹൈബിസ്കസ് ഉണ്ട്, ചെമ്പരത്തി ഉണ്ട്, റെഡ് ക്യാബേജും ഉണ്ട്. ആൻഡ് സിന്തറ്റിക്കല നമ്മളെ മനുഷ്യന്മാരായിട്ട് നിർമ്മിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതിലാകെ രണ്ടാളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, ഫിനോഫ്തലിനും മീത്താൽ ഓറഞ്ചും. അപ്പം അതിലേതോ ഒന്നാണ് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പം ഏതാണെന്ന് ആലോചിച്ചാൽ മതി. അത് ആലോചിക്കാൻ സിമ്പിളാണ്. അതാ മീത്താൽ ഓറഞ്ച് എന്ന് പറയുന്നത് ആസിഡില് റെഡ് കളറും ആൽക്കലിയില് യെല്ലോ കളറുമാണ് കാണിക്കുക. മീത്താൽ ഓറഞ്ച് എന്ത് ചെയ്യുന്നു? ആസിഡില് റെഡ് കളർ. എന്താണ്? മീത്താൽ ഓറഞ്ച് ആസിഡിൽ റെഡ് കളറ്. മാറി നിൽക്കാം അങ്ങോട്ട്, മാറ് എന്ന് ആലോചിച്ച് വെക്കാം. മീത്താൽ ഓറഞ്ച് മാറ്. അപ്പൊ മീത്താൽ ഓറഞ്ച് ആസിഡിൽ റെഡ് കളറ്. ആൻഡ് ആൽക്കലിയിൽ വരുന്ന സമയത്ത് യെല്ലോ കളറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാലി. എന്താണ്? മാലി എന്ന് പഠിച്ചു വെക്കാം. അപ്പൊ മാലി എന്ന് പഠിച്ചു വെച്ചാൽ പോരെ, സിമ്പിൾ ആയിട്ട് കിട്ടൂലേ. ഇതാ M for മീത്താൽ ഓറഞ്ച് ആൻഡ് AL for ആൽക്കലി ആൻഡ് Y for യെല്ലോ എന്ന് വെച്ചിട്ട് മാലി എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ചോ. നിങ്ങൾ ട്രിക്ക് വെച്ച് പഠിച്ചാൽ ഒരിക്കലും മറന്നു പോയില്ല. അപ്പൊ അത് പഠിച്ചു വെക്കാം. അതേപോലെ നമ്മുടെ ഫിനോഫ്തലിന്റെ കേസ് നമുക്കറിയാം ഓൾറെഡി. ആസിഡിൽ ഒരു കളറും കാണിക്കില്ല, പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല. പക്ഷെ ആൽക്കലിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പിങ്ക് കളർ കാണിക്കുന്ന, പിങ്കി പോങ്കി കളർ കാണിക്കുന്ന ആളാണ് നമ്മുടെ ഫിനോഫ്തലിൻ എന്ന് പറയുന്നത്. അത് പഠിച്ചിരിക്കാൻ സിമ്പിൾ ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഏത് വന്നാലും ഡിസ്കസ് ചെയ്യാം, ഏത് വേണേലും ആൻസർ ചെയ്യാം അല്ലേ. വിനീഗർ, അതിനകത്ത് ആരുണ്ട്? അസറ്റിക് ആസിഡ് ഉണ്ട്. നമ്മൾ പഠിച്ചതാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ അസറ്റിക് ആസിഡ് ഉണ്ടാകുമ്പോൾ ഫിനോഫ്തലിൻ എന്തെങ്കിലും കളർ കാണിക്കോ? കളർലെസ് ആയിരിക്കും. ആ മീത്താൽ ഓറഞ്ച് റെഡ് കളർ. അപ്പൊ ക്ലിയർ ലൈം വാട്ടർ എന്ന് പറയുമ്പോൾ ആൽക്കലിയാണ് എൻ്റെ മക്കൾക്കറിയാം. അപ്പൊ ആൽക്കലിയാന്ന് പറയുമ്പോൾ ഇത് വരും, പിങ്കി പോങ്കി കളർ വന്നല്ലേ ഫിനോഫ്തലില്ല. ആൻഡ് അതുപോലെ മീത്താൽ ഓറഞ്ച് യെല്ലോ കളർ കാണിച്ചു. ലൈം ജ്യൂസ് ആണെങ്കിൽ നാരങ്ങ വെള്ളം നമുക്കറിയാം. സിട്രിക് ആസിഡ്, നാരങ്ങ വെച്ചാൽ പുളി അല്ലേ, സോർട്ട് ടേസ്റ്റ്. ദാറ്റ് മീൻസ് കളർലെസ് ആണ് ഫിനോഫ്തലില്ല, മീത്താൽ ഓറഞ്ചിൽ റെഡ്. സോപ്പ് വാട്ടർ വരുമ്പോൾ എഗെയിൻ ആൽക്കലി ആണ്. അപ്പം നമുക്ക് എങ്ങനെ വരും? പിങ്ക് കളർ ഫിനോഫ്തലിൻ, മീത്താൽ ഓറഞ്ച് യെല്ലോ. ആൻഡ് അപ്പക്കാര ലായനി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നതും ബേസിക് ആണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം തരുന്ന സാധനം ബേസ് ആണോ ആസിഡ് ആണോ എന്ന് ആദ്യം നോക്കുക. അത് ഏതൊക്കെ കളർ ചേഞ്ച് കാണിക്കുന്നു അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എങ്ങനെ നോക്കിക്കോ, എല്ലാ ആസിഡുകൾക്കും എന്ത് രുചിയാണ് മക്കളെ? പുളി രുചിയാണ്. നിങ്ങൾക്ക് ഞാനൊരു നാരങ്ങ തന്ന കുട്ടി കാണിക്കുന്ന എക്സ്പ്രസ്, അയ്യോ നാരങ്ങ മിസ് ചെയ്യുന്ന പറയല്ലേ, ദാറ്റ് മീൻസ് പുളി രുചിയാണ് അല്ലേ. ഒരു പുളി നിങ്ങൾക്ക് തന്നാലും അതിനകത്ത് എന്തുണ്ട്? ടാറ്റാറിക് ആസിഡ് ഉണ്ട്, ടാമറിൻഡിൽ നമുക്കറിയാം. അപ്പോഴും നിങ്ങൾ കാണിക്കും പുളിയാണ് മിസ് ചെയ്യുന്ന പറയല്ലേ. അതേസമയം നിങ്ങൾക്ക് കുറച്ച് പേസ്റ്റ് തന്നിട്ട് നിങ്ങളോട് തേക്കാൻ പറഞ്ഞു, അറിയാണ്ട് നിങ്ങൾ വിഴുങ്ങി വിചാരിച്ചോ, നിങ്ങൾ ഇതേപോലെ പുളി രുചി കാണിക്കോ? ഇല്ല, ഒരുമാതിരി കയ്പ് എന്ന് പറയല്ലേ. ദാറ്റ് മീൻസ് ബിറ്റർ ടേസ്റ്റ് അല്ലെങ്കിൽ കാര രുചിയാണ് ആര് കാണിക്കുന്നത്?
ആൽക്കലികളായിട്ടുള്ള ആളുകൾ കാണിക്കുന്നത് എന്നും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. സോപ്പി വാട്ടർ, വിനീഗർ, ആഷ് വാട്ടർ, ടാമറിൻ വാട്ടർ, ടൊമാറ്റോ ജ്യൂസ്, ഇത്രയും സാധനം തന്നിട്ടുണ്ട്. ഇവയിൽ ഏതൊക്കെയാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുക? ഹമ്പട, അടുത്ത ആള് വന്നല്ലേ, നമ്മുടെ ലിറ്റ്മസ് പേപ്പറിന്റെ കേസ് വന്നു. ലിറ്റ്മസ് പേപ്പറിൽ ഏതൊക്കെ കളർ ചേഞ്ച് കാണിക്കുന്നത് എങ്ങനെയാ മിസ് പഠിപ്പിച്ചു തന്നതെന്ന് ഓർമ്മയുണ്ടോ? ABRും RB² ഓർമ്മയുണ്ടോ? ഒന്ന് പഠിച്ചാൽ മതി, നമ്മൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യും. നോക്കിക്കോ, ABR ആസിഡ് ഇല്ല, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, എൻ്റെ ബ്ലൂ എവിടെയാ? വെർ ഇസ് മൈ ബ്ലൂ? യെസ്, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളർ ആകുന്നു. അതാണ് നമ്മുടെ ABR. അപ്പൊ ഇത് നോക്കിയിട്ട് ഇതിൽ ആൻസർ ചെയ്യൂ. ഏത് വരും? ഏതൊക്കെയാണ് ആൻസർ? നോക്ക, ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നു. അപ്പൊ നേരെ തിരിച്ചാണ് ഇവിടെ വരുന്നത് അല്ലേ. റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുന്നത് ആരാടാ? ബ്ലൂ ആക്കുന്നത് ഏതിലാണ്? ബേസിലാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ബേസ് എന്ന് നോക്കി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആൻസർ ചെയ്തൂടെ? Aയും Cയും അല്ലേ. ഇതാ നോക്ക, സോപ്പ് വാട്ടറും അതേപോലെ ചാരം കലക്കിയിട്ടുള്ള വെള്ളം, ആഷ് വാട്ടറും സോപ്പി വാട്ടറും ആണ് ആൽക്കലി അല്ലെങ്കിൽ ബേസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആള്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും അതിലാണെന്ന്. അപ്പൊ കൺഫ്യൂഷൻ വേണ്ട, സിമ്പിളായിട്ട് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. ഈ ഒറ്റ കാര്യം പഠിക്കുക, ABRും RB². ABR എന്ന് പറയുമ്പോൾ ആസിഡിലെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആകുന്നു, ബേസിലെ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറാണ് ചെയ്യാന്നുള്ള ഒറ്റ കേസ് പഠിച്ചോ. അടിപൊളിയായിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചറ പറയുന്ന ആൻസർ ചെയ്യാം. റെഡി? റെഡ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ റെഡും ആൻഡ് ആൽക്കലിയിൽ ബ്ലൂ ആയിരിക്കും. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ റെഡും ആൻഡ് ആൽക്കലിയിൽ ബ്ലൂ ആയിരിക്കും. ഇരട്ട കേസ് പഠിച്ചാൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. യെസ്, ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു, റെഡി ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആസിഡ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് അല്ല ക്വസ്റ്റ്യൻ അല്ല, ബാക്കി കാര്യം കൂടെ കേട്ടോ. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്നതാണ് ആസിഡുകൾ, ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നതാണ് ബേസുകൾ. നമ്മൾ പഠിച്ചു, പറഞ്ഞ കാര്യം തന്നെ. ആസിഡ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ് ആൻഡ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ ആണെങ്കിൽ അതിനെ നമുക്ക് ബേസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതും ക്ലിയർ ആയില്ലേ? നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കുടിവെള്ള ശുദ്ധീകരണ മാർഗമല്ലാത്തത് ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റിലേഷൻ, തിളപ്പിക്കല, അടിയിക്കല, തണുപ്പിക്കല. ഡിസ്റ്റിലേഷൻ, ബോയിലിംഗ്, സെഡിമെന്റേഷൻ, കൂളിംഗ്. ഏതാണ് കുടിവെള്ള ശുദ്ധീകരണമായിട്ട് ബന്ധമില്ലാത്തത്? എങ്ങനെയാണോ നമ്മൾ കുടിവെള്ളം ശുദ്ധീകരിച്ചെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ കുടിക്കുന്ന നമ്മുടെ വെള്ളടാ, എങ്ങനെ നമ്മളത് വൃത്തിയാക്കിയിരുന്നത്, ശുദ്ധീകരിച്ചതെന്ന് ഓർമ്മയുണ്ടോ? അത് ഓർത്ത് വെക്കണം, അത് ഒരിക്കലും മറന്നു പോരുത്. ഓരോരോ ഇത് മിസ് ആൻസർ ചെയ്ത് പറഞ്ഞുതരാം. തിളപ്പിക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ചൂടുവെള്ളം തരുമോ എന്ന് ആലോചിക്കാം. അമ്മേനോട് പറയാം, അമ്മ ചൂടുവെള്ളം. അപ്പൊ ചൂട് തിളപ്പിക്കണം അല്ലെ. ബോയിലിംഗ് ആണ് ഫസ്റ്റ് പ്രോസസ്. ബോയിലിംഗ് അറ്റ് ലീസ്റ്റ് 1 minute ടു കിൽ ദ മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിൽ വേണ്ടാത്ത സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോയിൽ ചെയ്യുന്നത്. അതിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? മാക്സിമം അങ്ങനെ പോയി കിട്ടും അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബോയിലിംഗ് അല്ലെങ്കിൽ തിളപ്പിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അമ്മേനോട് പറയാ, അമ്മ തിളപ്പിച്ചു കൊണ്ട വെള്ളത്തിൽ അമ്മ മൊത്തം അപ്പടി പൊടിയാ, അപ്പൊ ഒന്ന് അരിച്ചു കൊണ്ടുപാടാ അമ്മയെന്ന് പറയും അല്ലേ. അരിച്ചു കൊണ്ടുവരും അമ്മയെന്ന് പറയും അല്ലേ. അപ്പൊ സിഫ്റ്റിംഗ് അല്ലെങ്കിൽ അരിക്കൽ എന്ന് പറയും. എന്ന് വെച്ചാൽ ജലത്തിലുള്ള ലയിക്കാണ്ട്, അലയ മാലിന്യം പറഞ്ഞാൽ ലയിക്കാതെ കിടക്കുന്ന മാലിന്യങ്ങളെ അരിപ്പകൾ ഉപയോഗിച്ച് നമുക്ക് വേർതിരിക്കാം. ലൈക്ക് ചായയിൽ നിന്ന് ചായച്ചണ്ടി വേർതിരിക്കുന്നത് അതേ ലാഘവത്തിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് അങ്ങനെ അലയിക്കാതെ നിൽക്കുന്ന വലിയ വലിയ പാർട്ടിക്കിൾസിനൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. എന്നാൽ സൂക്ഷ്മജീവികൾ, ജലത്തിൽ ലയിച്ചുവന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവയെ നീക്കം ചെയ്യാൻ പറ്റില്ല. കാരണം സൂക്ഷ്മജീവി ഒന്നും നമുക്ക് അരിച്ചാൽ പോരുന്ന സാധനമല്ല. നമുക്ക് സുഖമല്ലേ, എപ്പോഴും അരിപ്പെടുത്തിട്ട് അരിച്ചു കഴിഞ്ഞാൽ അതിൽ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഒക്കെ ഇരിക്കില്ലേ? അതില്ല അല്ലേ. അപ്പൊ മൈക്രോബിയൽ ആയിട്ടുള്ള ഡിസോൾവ് ആയിട്ടുള്ള സാധനങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതാണ് സെഡിമെന്റേഷൻ, അടിയിക്കല. അപ്പൊ ചളി അമ്മ പറയാണ്, അമ്മ പറഞ്ഞു മോനെ ഇപ്പം അമ്മയ്ക്ക് സമയമില്ല, അമ്മ പണിയെടുക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ അമ്മേനെ സഹായിച്ചേക്കാം. ഈ ചളിവെള്ളം എന്തായാലും പതുക്കെ ഇങ്ങനെ വെച്ചു, കുറേ നേരം ആ സാധനം ഗ്ലാസ് ഇങ്ങനെ വെച്ചാൽ അടിയിൽ ഇങ്ങനെ അടിഞ്ഞ് വരും ഇല്ലേ. ആ അടിയുന്ന പ്രോസസ്സാണ് മക്കളെ അടിയിക്കൽ അല്ലെങ്കിൽ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. ജലത്തിലുള്ള അലയങ്ങളായിട്ടുള്ള മാലിന്യം, ലയിക്കാത്ത മാലിന്യങ്ങളെ താഴെ അടിയിലോട്ട് അടിയിക്കാം. എന്നുവെച്ചാൽ നമ്മൾ ചളിവെള്ളത്തിൽ, നല്ല ചളിയുള്ള വെള്ളം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് കുളിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല. അപ്പൊ ആ ചളി മൊത്തം താഴ്ത്തിക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ അത് പതുക്കെ കുറേ നേരം അങ്ങനെ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അടിഞ്ഞടിഞ്ഞ് താഴ്ത്തോട്ട് പൊക്കോളും. അങ്ങനെ നമുക്ക് ജലത്തെ വേർതിരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള പ്രോസസ്സും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ലേ, അതിൽ പോയിട്ടുള്ള എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. ഇനിയും അതിന് കുറേ പരിപാടി നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ
അൺഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസിനെ സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിച്ചിട്ട് താഴെ സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. അതിലും തീർന്നില്ല. അപ്പം നിങ്ങൾ എന്ത് വിചാരിച്ചു? എല്ലാ പരിപാടിയും നാശമായി. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ക്ലോറിൻ ഇട്ട് നോക്കിയാലോ എന്ന് ആലോചിക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ പിക്ചറായിട്ട് അതിങ്ങനെ ആഡ് ചെയ്യുക. അമ്മ വന്നു, വെള്ളം ചൂടാക്കി വെള്ളം തന്നു, അതിൽ ചളി ഉണ്ടായിരുന്നു. അപ്പോൾ ചളി ഉണ്ടായപ്പോൾ നിങ്ങൾ അമ്മേനോട് പറഞ്ഞു അരിച്ചു കൊണ്ടാൻ പറഞ്ഞു. അമ്മയ്ക്ക് സമയമില്ല. അപ്പോൾ എന്ത് ചെയ്തു? അമ്മ പറയാണ്, മോനെ നീ തന്നെ ഒന്ന് അരിക്കാനുള്ള പടി നോക്കുക പറഞ്ഞപ്പോൾ നിങ്ങളത് അടിച്ചെടുത്തു, സെഡിമെന്റേഷൻ ചെയ്തു. ലാസ്റ്റ് നിങ്ങൾ കുറച്ച് ക്ലോറിനും കൂടെ ആഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ക്ലോറിനേഷൻ. ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ, അല്ലേ, പല രീതിയിലും ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള സൂക്ഷ്മജീവികൾ നശിച്ചു പോകുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കുടിക്കുന്ന സമയത്ത് ഒരുമാതിരി ക്ലോറിന്റെ ടേസ്റ്റ് പല വെള്ളത്തിൽ നമുക്ക് കിട്ടാറുള്ളത്. അപ്പൊ ജലത്തിൽ ഈശ്വരത്തിലുള്ള ഘടകങ്ങളെ മാറ്റാൻ കഴിയില്ലെങ്കിൽ പോലും സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ബ്ലീച്ചിങ് പൗഡർ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു വെള്ളമായിട്ട് സെറ്റിൽ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ. എന്ത് ചെയ്യാണ്? ഡിസ്റ്റിലേഷൻ. ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും അതിനെ തിളപ്പിച്ച് ശുദ്ധജലമാക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് മക്കളെ ഡിസ്റ്റിലേഷൻ. എന്നുവെച്ചാൽ വെള്ളം ചൂടാക്കി നമ്മൾ എന്ത് ചെയ്യണം? അതിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം തണുപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്നതിൽ എന്ത് ചെയ്യില്ല? ബാക്കിയുള്ള ഘടകങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് മെത്തേഡാണ് നമ്മുടെ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റിലേഷൻ കൂൾ ചെയ്ത് നമ്മൾ ഹോട്ട് ചെയ്തിട്ട് കൂൾ ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് റെഡിയാക്കാം. ഇത് വലിയ ക്ലാസ്സിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഡിസ്റ്റിലേഷൻ എന്ന് പഠിക്കും കേട്ടോ. അപ്പോൾ അത്രയും സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾ കടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ കുടിക്കുന്ന നിങ്ങളുടെ വെള്ളം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതാണ് നോക്കിക്കോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ള രക്തഗ്രൂപ്പ് ഏതെന്നാണ്. ദ മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ദ വേൾഡ്. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത്. ക്ലൂ തന്നിട്ട് കാര്യമില്ല, എന്നാൽ ഞാൻ ക്ലൂ തരും. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഏതായിരിക്കും ഊഹിക്കാലോ? ഓ പോസിറ്റീവ് ആണ് മക്കളെ എൻ്റെ. അപ്പൊ ഓ എന്ന് പറയുന്നത് ഞങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തിലെ എല്ലാ ആളുകൾക്കും രക്തം കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. കാരണം ഓ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലേ. എ ഗ്രൂപ്പ് ഉണ്ട്, എ പോസിറ്റീവ് ഉണ്ട്, ബി പോസിറ്റീവ് ഉണ്ട്, എ ബി പോസിറ്റീവ് ഉണ്ട്, ഓ നെഗറ്റീവ് ഉണ്ട്, ഓ പോസിറ്റീവ് ഉണ്ട്. അങ്ങനത്തെ പല വിധത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് മിസ്സോടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോരോ ബ്ലഡ് ഗ്രൂപ്പിനും കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. ഓ എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കും. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഓക്കെയാണ്. അപ്പൊ മിസ്സിന് ആർക്ക് വേണേലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, സീനില്ല, കണ്ടോ, എല്ലാവർക്കും കൊടുക്കാം. എന്നാൽ റിസീവ് ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് ഓ നെഗറ്റീവ് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ, ബാക്കി വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ ഓക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാം, പക്ഷെ വാങ്ങിക്കാൻ പറ്റില്ല അല്ലേ. ഓ നെഗറ്റീവിന്റെ കേസ്. ഓ പോസിറ്റീവ് ആണെങ്കിൽ കണ്ടോ, എ ബി പോസിറ്റീവും എ പോസിറ്റീവും ബി പോസിറ്റീവും ഓ പോസിറ്റീവും ഒക്കെ നമുക്ക് കൊടുക്കാം. വാങ്ങിക്കാൻ പറ്റുന്നത് ഓ നെഗറ്റീവും ഓ പോസിറ്റീവും. ഓകളും മാത്രമേ ഓ എന്ന് പറയുള്ളൂ. അപ്പുറത്തുനിന്ന് ഓ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഓ പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഓ നെഗറ്റീവ് ആയിരിക്കണം. അങ്ങനെ ഓരോന്നിനെയും മിസ്സോട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വായിച്ചു നോക്കുക. എ നെഗറ്റീവ് ആണെങ്കിൽ എ ബി മൈനസ്, എ ബി പ്ലസ്, എ പ്ലസ്, എ മൈനസ് അങ്ങനെയുള്ളവരെയാണ് കൊടുക്കാൻ വേണ്ടി പറ്റുക. വാങ്ങിക്കാൻ പറ്റുന്നത് ഓയിൽ നിന്നും, ഓ മൈനസിൽ നിന്നും, എ മൈനസിൽ നിന്നും. അങ്ങനെ ഓരോന്നിന്റെയും മിസ്സോട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മക്കള് വായിച്ചു പഠിക്കാം കേട്ടോ. അല്ല ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. റെഡി? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, രക്തത്തിന്റെ pH എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. pH ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ച സാധനമാണ് അല്ലേ. എത്രയാണ് മക്കളെ? എന്താണ് ബ്ലഡിന്റെ pH? ബ്ലഡിന്റെ pH 7.4 ആണ്. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ ബ്ലഡിന്റെ ഒരു pH ലെവൽ എന്ന് പറയുന്നത് 7.35 to 7.45 ആ ഒരു റേഞ്ചിൽ വരുന്നതാണെന്നും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതോടുകൂടി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തു. ഇനിയുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ. അത് പോകെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ലൈവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. അപ്പം നമുക്ക് മാക്സിമം നമ്മുടെ ചാനലിൽ മാക്സിമം വേഗം കറക്റ്റായിട്ട് വരാൻ നോക്കുക. ലൈവൊക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതണം. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ മറ്റൊരു വീഡിയോ ആയിട്ട് മിസ് വരാം. അതുവരേക്കും ബൈ ബൈ. സീ യു ഡിയേഴ്സ്. ബൈ ബൈ.